നമസ്കാരം, സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ എന്താണ് ഞാൻ ഈ വേഷത്തിലെന്ന് സംശയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനൊരു കാരണമുണ്ട്. വേറൊന്നുമല്ല, നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും അത് പിടിമുറുക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ചികിത്സാ രംഗത്തൊക്കെ അത്ഭുതകരമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് റോബോട്ടിക്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ കുറെ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അതിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടാവും. അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർക്കുന്നതിനായിട്ട് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത് മലബാറിലെ ഏറ്റവും മികച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഒന്നായ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലാണ്. ഇവിടെ നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കുന്നതിനായിട്ട് ഇവിടുത്തെ ഓർത്തോപീഡിയൻ കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് VC അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമ്മൾ കുറെ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെഷീൻ, ഇതാണ് അല്ലേ? ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റോബോട്ടിക് സർജറി. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്, അതായത് ഓട്ടോണോമസ്, സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന ചില മെഷീൻ ഉണ്ട് സെമി ഓട്ടോണോമസ് എന്ന് പറയുന്നത്. അതിന് ചില ഭാഗങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. അതായത് നമ്മളൊരു സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ കുറെ സാധനങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലങ്ങനെയല്ല. മിക്കവാറും എല്ലാ ഫംഗ്ഷൻസും മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ സഹായം ഏതൊക്കെ രീതിയിലാണ് റോബോട്ടിന് ആവശ്യമായിട്ട് വരുന്നത്? ഇതിൽ നമ്മൾ ഒരു സർജറി ചെയ്യുന്നതിന് മുമ്പുള്ള പ്ലാനിങ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്ലാനിങ്ങിനെ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ടൂളാണ് നമുക്ക് ഈ മെഷീൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മളായിട്ട് ചെയ്യുമ്പോൾ വരാവുന്ന ചെറിയ മനുഷ്യന് കണ്ണുകൊണ്ട് കാണാവുന്ന ചെറിയ എറേഴ്സ് ഉണ്ട്. കൃത്യത അത്രയ്ക്ക് വരാൻ പറ്റത്തില്ല. നമ്മളൊരു എന്തെങ്കിലും ഒരു കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ വളരെ മില്ലിമീറ്ററിന്റെ ഒക്കെ തെറ്റുകൾ വരാം, ചിലപ്പോഴൊക്കെ സെന്റിമീറ്ററിന്റെ തെറ്റുകൾ. പക്ഷെ അതിനെ നമുക്ക് കൃത്യമായി ചെയ്യാൻ അതിന് ഒരു കമ്പ്യൂട്ടർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ റോബോട്ടിക് സർജറിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും രീതിയിലുള്ള ഭയം അവർ പ്രകടമാക്കിയിട്ടുണ്ട് ഇതുവരെ? ഇല്ല. റോബോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ ചിന്തിക്കുന്നത് റോബോട്ട് എന്ന് പറയുന്നത് ഒരു യന്ത്ര മനുഷ്യൻ നടന്നു വരുന്ന അങ്ങനത്തെ ഒന്നല്ല. നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അതായത് ഒരു മെഷീൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെഷീൻ മാത്രമാണ് റോബോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സേഫാണ്. അതായത് വളരെ കൃത്യമായ രീതിയിൽ കട്ടെടുക്കുന്നു. എപ്പോഴും നമ്മുടെ ഒരു കൺട്രോൾ മെഷീന്റെ മേലെ ഉണ്ടാവും. തോന്നുകയാണ് മെഷീൻ എന്തെങ്കിലും ഒരു എറർ പറ്റുന്ന പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്ലാനിങ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നും വരാറില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സർജറി മാനുവലിലേക്ക് നോർമൽ രീതിയിലേക്ക് മാറ്റാൻ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ ഓക്കെ. സാർ ഇപ്പൊ ജോയിന്റ് റീപ്ലേസ്മെന്റ് ഒക്കെയാണല്ലോ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന സമയവും റോബോട്ട് ചെയ്യുമ്പോഴുള്ള സമയം തമ്മിൽ വ്യത്യാസം, വലിയ വ്യത്യാസങ്ങളൊന്നും വരാറില്ല. റോബോട്ടിക് സർജറിക്ക് നമുക്ക് പ്ലാനിങ്ങുകൾ കൂടുതൽ. അതായത് കുറച്ച് ദിവസം, അതായത് പ്രീവിയസ് ഡേ അറ്റ്ലീസ്റ്റ് അതിന്റെ മുമ്പത്തെ ദിവസം നമുക്കൊരു CT സ്കാൻ എടുക്കണം. ഇതെല്ലാം CT ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ CTയിൽ നമ്മൾ ആ പേഷ്യന്റിന്റെ കാലിന്റെ ഫുൾ ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും കാലുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ടൂൾ വെച്ചിട്ട് അതിന് ഇൻട്രാമെഡുലറി ഒരു ജിഗ് വെച്ചിട്ടാണ് അതിൻ്റെ ചെയ്യുന്നത്. പക്ഷേ ഇത് ഓരോ മനുഷ്യനും പ്രത്യേകത. അപ്പോൾ ഓരോ മനുഷ്യനും ആവശ്യമുള്ള, അതായത് അവരുടെ കാലിൻ്റെ CT സ്കാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളൊരു നല്ല കൃത്യമായ ഒരു പ്ലാനിങ് ചെയ്യുന്നു. എനിക്ക് സർജറി ചെയ്യുന്നതിൻ്റെ മുമ്പ് അറിയാൻ പറ്റും ഇന്ന സൈസിലുള്ള ഇംപ്ലാന്റാണ് ഇടുന്നത്, ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സൈസിലുള്ള ഇൻസേർട്ട്, നടുക്ക് വയ്ക്കുന്ന ഇൻസേർട്ട് ഇത്ര സൈസായിരിക്കും, പേഷ്യൻ്റെ കാല് സർജറിക്ക് ശേഷം ഇത്ര വളവിലായിരിക്കുന്നല്ല, എനിക്ക് അതായത് സർജറിയുടെ മുമ്പ് തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ സർജറി കണ്ടിന്യൂ ചെയ്യുന്നത്. സർജറി ചെയ്യുമ്പോഴും എനിക്ക് എല്ലാ ഡാറ്റകളും നമുക്ക് OTS എന്ന് പറഞ്ഞൊരു സിസ്റ്റം, അതിൻ്റെ മേലെ നമുക്ക് എല്ലാ ഡാറ്റകളും കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ട്, ഭയങ്കര ടൈറ്റായി ഒരു സൈഡ് ടൈറ്റായി തോന്നും, ചിലപ്പോൾ നമുക്ക് കുറച്ച് ആംഗിൾ കൂട്ടി വെക്കണം, കുറയ്ക്കണം, എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. നമുക്ക് അതിനനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിന്റെ പ്ലാനിങ് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ആളുകളുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്? നമുക്ക് നമ്മൾ സാധാരണ ഒരു സർജറി ചെയ്യുമ്പോൾ നമുക്ക് കുറേ അസിസ്റ്റൻസിന്റെ അപ്പോൾ ഇതിൽ ഒരു ടീം തന്നെയാണ്. നമ്മൾ ഒരു സർജറി ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർജൻ എന്ന് പറയുന്നത്.
അവരായിരിക്കും ഹെഡ്. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ബെസ്റ്റ് അസിസ്റ്റന്റ് ആയിരിക്കും റോബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ അസിസ്റ്റൻസിന്റെ ജോലികൾ ഈ മെഷീൻ തന്നെ ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളും സർജൻ ചെയ്യേണ്ട പല ഭാഗങ്ങളും റോബോട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഫുൾ ടൈം ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സേഫ് ആണ്. പക്ഷെ നമ്മുടെ നിരീക്ഷണം കണ്ണ് എപ്പോഴും നമ്മുടെ കൂടി വേണം, ഉണ്ടായിരിക്കും. വേണം എന്നല്ല, പക്ഷെ ഉണ്ടായിരിക്കും എന്നുള്ളത് പേഷ്യൻസിന്റെ നമ്മളെപ്പോഴും ചെയ്യുന്നത്. ഇത് ഒരുപാട് എക്സ്പീരിമെന്റ്സ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നമ്മളും പല പല സോബോൺ മോഡലും ചെയ്തിട്ടാണ് വരുന്നത്. ഒരിക്കലും തെറ്റാനൊന്നും സാധ്യതയില്ല. ഇല്ല. ഓക്കെ. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ സർ? അല്ല, ഇത് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. മാനുഫാക്ചർ ചെയ്യുന്നത് സൗത്ത് കൊറിയയിലാണ്. ഓക്കെ. അപ്പൊ ഈ റോബോട്ടിക് സർജറി പോലെ തന്നെ ഏതൊക്കെ രീതിയിലേക്കാണ് ഇനി ഈ റോബോട്ടുകളുടെ കടന്നുവരവ്? നമ്മൾ മുട്ടുമാറ്റി വെക്കലാണ് ഉള്ളത്. ഉടൻ തന്നെ ഹിപ്പ് ജോയിന്റ് റീപ്ലേസ്മെന്റിലേക്കും വരും. ഫ്യൂച്ചറിലേക്ക് മറ്റേ സർജറിയിലേക്കൊക്കെ വരുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഇരിക്കുന്നത് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി. ജോയിന്റ് റീപ്ലേസ്മെന്റ് തന്നെയാണ് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഏകദേശം ഒരു എത്ര നമ്പേഴ്സ് നമ്മൾ റോബോട്ടിൽ 1.5-2 വർഷത്തിനിടയിൽ ഏകദേശം ഒരു 300 സർജറിയോളം നമ്മൾ റോബോട്ടിക് സർജറി വെച്ച് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് റിസൾട്ട്സും ഉണ്ടായിട്ടില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അൽമാസ് എന്ന് പറയുന്നത് സാധാരണ രോഗികൾ ചികിത്സയ്ക്ക് എത്താതെ പോണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു ചെയർമാനാണ് നമുക്കുള്ളതെന്നാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇപ്പൊ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്നോട്ട് ഹൈ ലെവലിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നമുക്ക് ഇതുണ്ട്. പലപ്പോഴും നമ്മുടെ ഡയറക്ടർ പലപ്പോഴും നമുക്ക് തുടക്കത്തിലെല്ലാം 10 മുട്ടുകൾ ഫ്രീ ആയിട്ട് റോബോട്ടിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോബോട്ടിക് പല ലക്ഷങ്ങൾ വരുന്നതാണ്. 10 മുട്ടുകൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് സാറ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും പലരുടെ സ്വപ്നമായിരിക്കും ഒരു റോബോട്ടിക് സർജറി ചെയ്യാന്നുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പലരും ചെയ്യാതിരിക്കാം. അപ്പോഴും പല ക്യാമ്പുകളൊക്കെ വെച്ചിട്ട് വളരെ സൗകര്യമായ രീതിയിൽ ഈവൻ EMI ഓപ്ഷൻ വരെ വെച്ചിട്ട് ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട് മുട്ടുമാറ്റി വെക്കൽ. ചിലർക്കൊക്കെ ഇപ്പോഴും സാറ് വളരെ ഒരു പ്രോഫിറ്റുകളൊന്നും നോക്കാതെ പലപ്പോഴും നഷ്ടത്തിലായിരിക്കും എന്നിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് സാർ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സർജറിക്ക് ശേഷം എങ്ങനെയാണ് പേഷ്യൻസിന്റെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതും റോബോട്ടിക് സർജറിയും തമ്മിൽ എന്തെങ്കിലും വേറെ ഡിഫറൻസ് വ്യത്യാസമുണ്ട്? കാരണം ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ മജ്ജയിലേക്ക് ഒരു റോഡ് കയറ്റുന്നുണ്ട് മാനുവൽ ചെയ്യുമ്പോൾ. അതിന് ചെറിയ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. കാരണം ആ മജ്ജ ചിലപ്പോൾ രക്തക്കുഴലിൽ പോയിട്ട് ശ്വാസകോശത്തിൽ തടച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. നമ്മൾ മെഷീനാണ്. അപ്പോൾ എല്ലാ പ്ലാനിങ്ങുകളും ഒക്കെ ചെയ്യുന്നത് മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റോഡിൻ്റെ ആവശ്യം വരുന്നില്ല. അത് കോംപ്ലിക്കേഷൻ കുറയ്ക്കുന്നു. സർജറിയുടെ ബ്ലഡ് ലോസ് കുറയ്ക്കുന്നു. ഒരുപാട് സോഫ്റ്റ് ടിഷ്യൂ റിലീസുകളില്ല. അതായത് മസിലുകളും ടെൻഡൻസ് ഒക്കെ റിലീസ് ചെയ്യും. അതുകൊണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ വളരെ കുറവാണ്. അസിസ്റ്റൻസിന്റെ അളവ് കുറവാണ്. ആകെ ഒരു മില്ല് മാത്രം, ചെറിയൊരു സാധനം മാത്രമേ വരുന്നുള്ളൂ. അസിസ്റ്റൻസിന്റെ മറ്റ് പലരും കൈയിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഫെക്ഷൻ ചാൻസ് കുറവുണ്ട്. താങ്ക് യു സാർ. അപ്പോൾ നമ്മൾ റോബോട്ടിക് സർജറിയെ കുറിച്ച് എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്ന് നമ്മുടെ സന്തോഷ് സാറാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ റോബോട്ടിക് സർജറി ചെയ്യാവുന്നതാണെന്നുള്ളതാണ് സാർ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.